എൻ്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ലേ? അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടെൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോൾ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എഴുതി തീർത്തു. അപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി. നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടിയേക്കും. എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാണ് ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരുപക്ഷെ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ. ഇങ്ങ് വന്നേ. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതാണ് ഈ പ്രായം. കാണേണ്ടതുമാണ്. പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കണം. സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയുക. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ് അത് വേണ്ട. എൻ്റെ പ്രായം എൻ്റെ ശത്രുവാണ് കുട്ടി. മുതിർന്ന പെൺകുട്ടികളെ പാട്ട് പഠിക്കാൻ അയക്കാൻ വീട്ടുകാർക്ക് മടിയുണ്ടാവും. ചില കുടുംബക്ഷേത്രങ്ങളിൽ ശാന്തിവേലിക്ക് ശ്രമിക്കേണ്ടായി. ചെറുപ്രായ ഒരു ശാന്തിക്കാരൻ ഇങ്ങനെ അമ്പലത്തിൽ. അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വയസ്സനാക്കി തരണേന്ന്. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഈ അഗ്രഹാരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടാനായിരുന്നില്ല. ഞാൻ പലതവണ ചോദിക്കണമെന്ന് കരുതിയ ഒന്ന് അത്രയ്ക്ക് അടുപ്പവും ധൈര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത്. ഇത്രയും നന്നായി പാടുന്ന ഒരാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ശ്രമിച്ചൂടെ? ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡീഷന് തള്ളപ്പെട്ടവനെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്. തോൽക്കരുതല്ലോ എന്ന് കരുതി ശാസ്ത്രീയ സംഗീതത്തിൽ ഡിഗ്രിയുമായിട്ട് വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷന് പടിയേറി. വോക്കൽ ആർട്ടിസ്റ്റിന് ഇൻ്റർവ്യൂവിന്. മ്യൂസിക് കോളേജിലെ എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ജഡ്ജായിട്ട്. വേറെ 3 പണ്ഡിത കേസരികൾ. അവരാഗ്രഹിച്ച് ഞാൻ അവരുടെ ശൈലിയിൽ പാടണമെന്നാണ്. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ പാടിയത് എൻ്റെ പ്രൊഫസർക്ക് പോലും പിടിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, വേണ്ട നീയും ബാലമുരളീഷ്ണാവ് പോറിയാ. അതിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. ഇൻ്റർവ്യൂവിൻ്റെ ഫലം ആരും അറിയാതെ ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിനും പോയി കണ്ടു. ഒരാളൊരു രാഗം പാടിയിട്ട് ഏറ്റുപാടിക്കൊള്ളാൻ പറഞ്ഞു. ഞാനൊരു സംഗതി കൂട്ടിപ്പാടി. സൂയിപ്പിക്കല്ലേ? മറുപടി പെട്ടെന്നായിരുന്നു. പാട്ട് പഠിച്ചു പോയതിൻ്റെ അപകടം അന്നേരം ഞാൻ അറിഞ്ഞു. അപമാനങ്ങൾ പിന്നെയും ഉണ്ടായി. മറ്റൊരാൾക്ക് വേണ്ടി ട്രാക്ക് പാടി ജീവിക്കാൻ മനസ്സ് വന്നില്ല. തിരിച്ചു വന്നു. പിന്നെ എനിക്കൊരു ഉപദേശിയുടെ സ്വരം വന്നെങ്കിലേ അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേർക്ക് ഞാൻ അമ്മാവനാണ്, മച്ചാനാണ്, ചേട്ടനാണ്, അച്ഛൻ്റെ സ്ഥാനത്തുമാണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ശാസ്ത്രികളെന്ന് വിളിക്കാൻ കൂടി മനസ്സ് വരുന്നില്ല. പിന്നെ പറയാം. ഭദ്ര വരുന്ന ഞാൻ അവിടെ കണ്ടു. ഓ ഇതാണല്ലേ താവളം. ഗംഭീരം. ഇവിടെ എത്തിപ്പെടാൻ ആരോടൊക്കെ വഴി വെച്ചെന്നറിയോ? എന്തിനാ ഇവിടെ വന്ന്? കൂട്ടിക്കൊണ്ടുവരാത്തോണ്ട്. ഇത്ര രസമുള്ള സ്ഥലം ഒരാൾ മാത്രം അങ്ങനെ ആസ്വദിക്കുന്നത് വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇവിടെ വിട്ട് പോകും തോന്നുന്നില്ല. ഒക്കെ ഒന്ന് കാണട്ടെ.
പോയട്രി ഡിസ്കഷനിലുള്ള മൂഡിലല്ല ഞാൻ. പിന്നെ ഐ മീൻ എ ഡ്രീം വേൾഡ്, ഫുൾ ഓഫ് ഡ്രീംസ്. എന്താന്ന് പറയാമോ? I love those dreams.